അടുത്ത 14 മാസം നിങ്ങൾ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ പറയുന്നത് ഒന്നും പുതിയതിന്റെ പിന്നാലെ ഇനി പോകരുത്. അടുത്ത 14 മാസം ഒരു പുതിയ പ്രൊഡക്റ്റും വേണ്ട, ഒരു പുതിയ മാർക്കറ്റും വേണ്ട, ഒരു പുതിയ ബ്രാഞ്ചും വേണ്ട, ഒരു പുതിയ ഓഫറും വേണ്ട, ഒന്നും വേണ്ട. ഉള്ളത് ബെറ്റർ ആക്കാവോ? അടുത്ത 14 മാസം ഉള്ളത് ബെറ്റർ ആക്കാവോ? എപ്പോൾ നിങ്ങൾ പുതിയതിന്റെ പിന്നാലെ പോകുന്നോ, എക്സ്പാൻഷൻ ഈറ്റ്സ് മണി. എപ്പോൾ വലുതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്, പണം നഷ്ടം വന്നിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ കള്ളമാണ് എന്താണെന്നറിയോ? വരുമാനം കൂട്ടിയാൽ മതി എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. നോ, റവന്യൂ കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ശരി, വരുമാനം കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുവന്നേ. ഗ്രോത്ത് ഈറ്റ്സ് മണി. എപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്യാൻ പോകുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് പണം നഷ്ടം ഉണ്ടാവും. സോ ബിസിനസിന്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ടോപ്പ് ലൈൻ, 2 ബോട്ടം ലൈൻ. ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ. ടോപ്പ് ലൈൻ എല്ലാവരുടെയും ചിന്ത ചെയ്താ, കൊച്ചിയിൽ ഓഫീസ്, അടുത്തത് കോഴിക്കോട് ഒരെണ്ണം ഇട്ടാൽ എന്താ, അടുത്ത തിരുവനന്തപുരത്ത്, അടുത്ത ദുബൈയിൽ, ബാംഗ്ലൂർ. വിത്ത് വിത്ത് വിത്ത്. എന്തിലേക്കാ ശ്രദ്ധ? വിത്ത്. പകരം എന്ത് ചെയ്യണം? കൊച്ചിയിൽ ഇപ്പൊ നമുക്ക് ഒരെണ്ണം ഉണ്ട്. കൊച്ചിയിൽ എന്ത് ചെയ്യാൻ പറ്റണം? അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റണം, ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റണം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? അടുത്ത്. അപ്പോഴത്തെ പ്രശ്നം എന്താ? കൊച്ചിയിൽ നമ്മൾ നിൽക്കുകയാണ്, തിരുവനന്തപുരത്ത് ഓഫീസ് തുടങ്ങുന്നു. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുമ്പോ ഇവിടം പൊട്ടും. ആണോ? ഇവിടെ അത്യാവശ്യം ബിസിനസ് നടന്ന് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാ. അതും കൂടെ തിരുവനന്തപുരം കൊണ്ടുപോയി തിന്നും, അതും കൂടെ കോഴിക്കോട് കൊണ്ടുപോയി കൊടുക്കും, അതുകൂടെ ബാംഗ്ലൂർ കൊണ്ടുപോയി കളയും. ബിസിനസ്സുകാരന്റെ തെറ്റിദ്ധാരണയാണ് എക്സ്പാൻഷൻ ആണ് വേണ്ടത് എന്ന്. നോ, ബിസിനസ്സിൽ എക്സ്പാൻഷൻ അല്ല, ഒപ്റ്റിമൈസേഷൻ. മേക്ക് യുവർ ബിസിനസ് ബെറ്റർ. ഉള്ളത് മികച്ചതാക്കാൻ പറ്റണം. കാരണം ഗ്രോത്ത് ഈറ്റ്സ് റിസോഴ്സസ്. ഗ്രോത്ത് ഈറ്റ്സ് റിസോഴ്സസ്. സോ വളരുമ്പോ പ്രശ്നങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, ഇങ്ങനെ നമ്പർ 1 ആയിട്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നത്? ഞാൻ മലയാളം എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തിട്ട് അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം. എന്നിട്ട് 2030 വരെ ഒരു കാരണവശാലും മലയാളി ബിസിനസ് ഓണറെ അല്ലാതെ ഞാൻ പഠിപ്പിക്കില്ല എന്ന തീരുമാനം എടുത്തു.